പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ. രേഖകളിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗം മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും വായിച്ചത് ചട്ടവിരുദ്ധമെന്ന് ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ച സഭയിൽ നടക്കില്ലെന്നും ധൻഖർ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ പിരിഞ്ഞു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ കേസ് ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി എന്നാണ് സഭ ചേരുക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഉണ്ണികൃഷ്ണൻ, പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി എന്നാണ് സഭ കൂടുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അതിൽ മാർച്ച് 13 വരെ രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കിയതിനെതിരെ രാജ്യസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഈ രാജ്യസഭ 11:50 വരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ 11:50 വരെ നിർത്തിവെച്ചു. ഈ പ്രധാനമായും അദാനി വിഷയമാണ് ഇന്നും സഭയിൽ എടുത്തു പറയാനായിട്ട് ഉള്ളത്. സഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ അദാനി വിഷയത്തിൽ പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹം കഴിഞ്ഞ ദിവസം സഭയിൽ നടത്തിയ പരാമർശം സഭാരേഖകൾ നീക്കിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഈ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങളെല്ലാം തന്നെ രംഗത്തെത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം ഖാർഗെ നടത്തിയ പരാമർശം സഭയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അത് വീണ്ടും പ്രസംഗിക്കാൻ നൽകിയ അവസരത്തിൽ ഖാർഗെ വീണ്ടും വായിച്ചു. അത് ചട്ടവിരുദ്ധമാണെന്നാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ പറഞ്ഞത്. തുടർന്ന് ചട്ടങ്ങൾ ഓർമ്മപ്പെടുത്തിയ ശേഷമാണ് വീണ്ടും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സംസാരിക്കാനായി അവസരം നൽകിയത്. അതോടൊപ്പം തന്നെ ആ അവസരം നൽകിയ സമയത്ത് ഈ ഭരണപക്ഷ മുദ്രാവാക്യം വിളികളോടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, സഭാ നടപടികൾ നല്ല രീതിയിൽ പോകണം, ആരോഗ്യകരമായ ചർച്ച സഭയിൽ നടക്കുന്നില്ലെന്നാണ് ജഗദീപ് ധൻഖർ പറഞ്ഞത്. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലായിരുന്നു ജഗദീപ് ധൻഖറിന്റെ സഭയിൽ ഇന്നത്തെ പ്രതികരണം. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും കർശനമായ നിലപാട് സ്വീകരിച്ചു. ശക്തമായി താക്കീതാണ് അദ്ദേഹം പ്രതിപക്ഷ അംഗങ്ങൾക്ക് നൽകിയത്. അദാനി വിഷയത്തിൽ ഇനി ഒരു ചർച്ചയ്ക്കും അനുമതി നൽകില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള നിലപാടാണ്, കർശനമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആരോഗ്യകരമായ ചർച്ചകൾ സഭയിൽ നടക്കണം. അതോടൊപ്പം തന്നെ ഈ അദാനി വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും അനുമതി നൽകുമെന്നാണ് പറയുന്നത്. കൂടാതെ ഈ അനാവശ്യ വിവാദങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തുടർന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മോദി അദാനി ഭായ് വിളികൾ ഉയർത്തിയാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ ഇന്ന് പ്രതിഷേധിച്ചിട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് വലിയ രീതിയിൽ ഈ നടുത്തളത്തിലിറങ്ങിയ MP-മാർക്ക് ഉൾപ്പെടെ താക്കി നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് 11:50 വരെ സഭ നിർത്തിവെച്ച്. തുടർന്ന് പ്രതിപക്ഷ MP-മാരായ രാഘവ് ചദ്ദ, സഞ്ജയ് സിംഗ്, ഇമ്രാൻ പ്രതാപ് ഖാർഗി, ശക്തി സിംഗ് ഗോഹിൽ, സന്ദീപ് പഥക്, കുമാർ കേത്കർ എന്നിവർക്ക് ധൻഖർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. മാർച്ച് 13 വരെയാണ് സഭ പിരിഞ്ഞിരിക്കുന്നത്. മാർച്ച് 13-നാണ് ഇനി വീണ്ടും സഭ ചേരുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുകയായിരുന്നു. ഈ ദിവസം പ്രധാനമായും ഈ അദാനി വിഷയം വീണ്ടും സഭയിൽ ഉയരും എന്നൊരു സൂചന നേരത്തെ ലഭിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നേരത്തെ രാവിലെ സഭ ചേരുന്നതിന് മുമ്പ് യോഗം ചേർന്ന് അദാനി വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിലെല്ലാം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തിരുന്നത്. തുടർന്നാണ് സഭയിലേക്ക് ഈ പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയത്. അതേസമയം തന്നെ ഈ വിഷയം വീണ്ടും തുടർച്ചയായി സഭയിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സഭ ആരംഭിച്ച് ആദ്യത്തെ 3 ദിവസങ്ങളിലും ഈ വിഷയം തന്നെ വലിയ രീതിയിൽ സഭയെ പ്രക്ഷുബ്ധമാക്കി. സഭ തടസ്സപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി. പിന്നീട് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുമായി പ്രതിപക്ഷം സഹകരിച്ചു പോകാൻ തീരുമാനിച്ചു. തുടർന്ന് ആ നന്ദിപ്രമേയ ചർച്ച പുരോഗമിച്ചു. അതിനുശേഷം ബജറ്റിന്മേലുള്ള ധനമന്ത്രിയുടെ മറുപടി പ്രസംഗവും സഭയിൽ നടന്നു. തുടർന്നാണ് വീണ്ടും സഭ ചേർന്നപ്പോൾ ഈ രീതിയിൽ ആദ്യഘട്ടത്തിന്റെ അവസാന ദിവസം, ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ സെഷന്റെ അവസാന ദിവസം വീണ്ടും സഭ ഈ അദാനി വിഷയത്തിലുൾപ്പെടെ സഭ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യം കണ്ടു. സഭ മാർച്ച് 13 വരെ പിരിഞ്ഞിരിക്കുന്നു. ആതിര. വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ. രേഖകളിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗം മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും വായിച്ചത് ചട്ടവിരുദ്ധമെന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ച സഭയിൽ നടക്കുന്നില്ലെന്നും ധൻഖർ കുറ്റപ്പെടുത്തി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ KC.